ഒരു സാധാരണക്കാരൻ്റെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതായത് വർദ്ധിച്ചു വരുന്ന ഓരോ സാധനത്തിൻ്റെ വില തന്നെ പലരെയും ഒരു വീട് എന്ന സ്വപ്നത്തിലേക്ക് അടുക്കാൻ ഭയപ്പെടുത്തുന്നു. എന്നാൽ അവിടെയാണ് ഹോംസി 14 ബിൽഡേഴ്സിൻ്റെ പ്രസക്തി. സാധാരണക്കാർക്ക് വെറും നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന സാധനങ്ങൾ 50% വിലക്കുറവോടുകൂടി ഇവിടെ അവർ ലഭ്യമാക്കുന്നു. വളരെ മനോഹരമായ രീതിയിൽ അവർ തന്നെ മേൽനോട്ടം നിർവഹിച്ച് ഒരു പ്ലാനോടുകൂടി, അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അതനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചൊരു വീട് അവർ മിതമായ നിരക്കിൽ ഗുണനിലവാരത്തിൽ ചെയ്തു തരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാ സാധാരണക്കാരും അറിയേണ്ടതുണ്ട്. കാരണം ഒരു കൂര സ്വന്തമായി വേണമെന്ന് സ്വപ്നം കാണുന്ന ഓരോരുത്തർക്കും സഹായകമാണ് ഹോംസി 14 ബിൽഡേഴ്സ്. നമുക്ക് അവരുടെ കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ഉപ്പ് തൊട്ട് കർപ്പൂരത്തിന് വരെ ഓരോ നിമിഷവും വില കൂടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീട് സ്വന്തമാക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വില കൂടുന്ന ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഇടയിലൊക്കെ നമ്മൾ എങ്ങനെ വീട് വയ്ക്കുമെന്ന് ആശങ്കപ്പെടുന്നവരാണ്. എന്നാൽ അത്തരക്കാർക്ക് ഒരു വലിയ ആശ്വാസമാവുകയാണ് ഹോംസി ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന ഈ സ്ഥാപനം. ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ് വെറും 50% വിലക്കുറവോടുകൂടി ഇവർ തന്നെ വീട് വെച്ച് കൊടുക്കുകയാണ്. അതൊരു വലിയ ആശ്വാസമാണ് ഈ സാധാരണക്കാർക്ക് ഈ സ്ഥാപനം നൽകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നവരാത്രി വരികയാണ്, അത് കഴിഞ്ഞ് ദീപാവലി വരികയാണ്. ഇപ്പോൾ പുതിയ വീട് പണിയുക എന്നുള്ള മോഹവുമായി നടക്കുന്നവർക്കൊക്കെ വളരെ ധൈര്യമായി ഇവിടേക്ക് വരാം. ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്, ഗുണനിലവാരമുള്ള സാധനങ്ങൾ 50% വിലക്കുറവിലാണ് ഇവരുടെ വീടുകൾ പണിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്തായാലും എൻ്റെ കൂടെ ഇപ്പോൾ ദീപു ഉണ്ട്. ദീപു ഇവിടുത്തെ സ്റ്റാഫാണ്. ദീപു ഇതിനെക്കുറിച്ച് നമ്മളോട് വിശദമായിട്ട് പറയും. ദീപു, ശരിക്കും നല്ല ഒരു കാര്യമാണ് നിങ്ങളുടെ സ്ഥാപനം ചെയ്യുന്നത്. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീട് സ്വന്തമാക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മുടെ സമ്പാദ്യം മുഴുവൻ നമ്മൾ ചിലവാക്കുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് മനോഹരമായിട്ട്, അല്ലെങ്കിൽ വലിയ ചിലവില്ലാതെ, നമുക്കൊരു ബാധ്യതയില്ലാതെ ചെയ്യാമെന്നുള്ളതാണ് എല്ലാവരും നോക്കുക. അവിടെ നിങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്തരാകുന്നത്? എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോഴേ ഒരു ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു വീട് വെക്കുക, അതും ക്വാളിറ്റിയോട് കൂടി. ഇപ്പം നമുക്ക് വരുന്നത്, നമ്മൾ സാധാരണ കുറച്ചായിട്ട് ഐറ്റംസ് എടുക്കുമ്പോൾ ഇവർക്ക് വെളിയിൽ നിന്ന് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് വില കൂടുതലായിട്ട് വരുന്നത്. നമുക്കിപ്പം ബൾക്കായിട്ട് എടുത്ത് എല്ലാവർക്കും ചെയ്തു കൊടുക്കുമ്പോൾ ഹോൾസെയിലായിട്ടുള്ള പ്രൈസ് നമുക്ക് കിട്ടുകയും നമ്മൾ മാക്സിമം വെളിയിൽ കിട്ടുന്നതിനേക്കാളും കുറവ് എമൗണ്ടിൽ മെറ്റീരിയൽസ് നമുക്ക് തന്നെ എടുക്കുന്നതാണ്. നമ്മളെ കയ്യിൽ തന്നെ ഉള്ളതാണ്, നമ്മൾ അതിൽ തന്നെ എടുത്ത് അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴേക്കും അവർക്ക് നോർമലി വെളിയിലത്തെ വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറവാണ്. ഓക്കെ, ബിൽഡിങ് അതല്ല, ഇവർക്ക് വീട് വെക്കണ്ട എന്നുണ്ടെങ്കിൽ വീട് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളെല്ലാം ഹോംസിയുടെ തന്നെ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീട് വെച്ചും കൊടുക്കുന്നുണ്ട്, അതല്ലാതെ സാധനങ്ങൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധനങ്ങളും ആ പറയുന്ന അതേ റേറ്റിന് തന്നെയാണ്. സാധനങ്ങൾക്ക് ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ വീട് പണിയാൻ നേരത്തെ എത്രയ്ക്കാണോ കൊടുക്കുന്നത് അതേ രീതിക്ക് തന്നെയാണ് സാധനങ്ങൾ ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ഉള്ള ആൾക്കാരുടെ ഇടയിൽ നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റി, ജനസമ്മതി ഈ പറയുന്നത് പോലെ തന്നെയാണ്. വെളിയിലത്തെ സിറ്റി അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഇവിടെ സാധാരണ ഉള്ള റേറ്റിനേക്കാളും വളരെയധികം റേറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം വെളിയിലോട്ട് കുറച്ച് ദൂരോട്ടുള്ളവരും അപ്പുറത്തോട്ടുള്ളവരും ഒക്കെ കൂടുതലും ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് മാക്സിമം നമ്മളൊരു സർവീസ് പോലെയാണ് ചെയ്യുന്നത്. സാധാരണക്കാരായ ആൾക്കാർ കൂടുതൽ വരുന്നുണ്ടോ? അതെ, വരുന്നുണ്ട്. അവരും വരുന്നുണ്ട്. അവർക്ക് നമ്മൾ കൂടുതലും എന്തോ പറയണ്ട, ഇത്രയും എമൗണ്ട് കുറച്ച് കൊടുക്കുമ്പോഴേക്കും വെളിയിലത്തെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ വലിയ ആശ്വാസമാണ്. അപ്പം നമുക്ക് ജസ്റ്റ് അവർ ചിരിച്ച മുഖത്തോടു കൂടി പോകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എന്തായാലും ദീപു പറഞ്ഞ വാക്കുകൾ വളരെ സത്യമാണ്. കാര്യം ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. നമ്മൾ ഒരു സംശയം വരും, വില കുറയുമ്പോൾ ഗുണനിലവാരം എന്തെങ്കിലും കുറവ് വരുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും വരും. പക്ഷെ ഗുണനിലവാരത്തിന് ഒരു കോംപ്രമൈസും ഇല്ലാതെ സാധാരണക്കാരിലേക്ക് എല്ലാവരുടെയും സ്വപ്നം പൂവണിയാൻ തക്ക വിധത്തിൽ പ്രയത്നിക്കുകയാണ് ഈ ടീം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, ഒരു വീട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ സമ്പാദ്യവും നമ്മൾ കൊണ്ടുപോയി ചിലവഴിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ തന്നെ നമുക്ക് ഗുണനിലവാരമുള്ള സാധനം കിട്ടണം, നമ്മുടെ സമ്പാദ്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ ഷിബിൻ പ്രാവർത്തികമാക്കി കൊടുക്കുന്നുണ്ട് സാധാരണക്കാർക്ക്. എങ്ങനെയാണ് ഷിബിൻ്റെ ഈ ഒരു കൺസെപ്റ്റ്? നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്, ഒരു വർക്ക് ഞങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ബഡ്ജറ്റ് എത്രയാണ്, 10 ലക്ഷമായിരിക്കാം, 15 ലക്ഷമായിരിക്കാം, 20 എത്രയായിക്കോട്ടെ. അപ്പം അവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ആ പ്ലാൻ തയ്യാറാക്കിയ ശേഷം അവരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കും. ഇന്ന മെറ്റീരിയലാണല്ലോ യൂസ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത് ഒരു 32 പേജുള്ള അഗ്രിമെൻറ്റ് തയ്യാറാക്കിയ ശേഷമാണ് നമ്മൾ വർക്കിലോട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഞങ്ങളിപ്പോൾ 1850
ചുടുകല്ല് 1950 മുതൽ 2050 രൂപയാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാൻ കാരണം ഞങ്ങൾ 10 വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനാവശ്യമായ എല്ലാ മെറ്റീരിയലും ഞങ്ങൾക്ക് അതിൻ്റെ ഷോപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് ഓൺ ഷോപ്പായിട്ട് തന്നെ നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് റേറ്റിൽ കുറച്ച് ചെയ്യാൻ പറ്റും. ഇതിൽ താഴത്ത് ചെയ്യുന്നവരുമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറ്റും. ഇതിലെന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അത് റീപ്ലേസ് ചെയ്ത് പുതിയൊരു സാധനം ഫിറ്റ് ചെയ്ത് കൊടുക്കുക കഴിഞ്ഞ് 10 വർഷത്തിനകത്ത് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും. അപ്പോൾ ആ ഒരു പാറ്റേണിൽ ചെയ്യാൻ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അപ്പോൾ സാധാരണക്കാരൻ്റെ ബഡ്ജറ്റ് എത്ര രൂപയാണ്, ആ ബഡ്ജറ്റിന് എങ്ങനെ നമുക്ക് അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അയാളുടെ ബഡ്ജറ്റിനകത്ത് നിർത്തിക്കൊണ്ട് പോകാൻ പറ്റും, അത് കണക്കാക്കി തയ്യാറാക്കിയാണ് നമ്മൾ ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ 100% നിങ്ങൾക്ക് ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റും നമ്മൾ അവരിൽ നിന്ന് മേടിക്കുന്നതും അതൊരു ആപ്പ് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും. അവർ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ വർക്കെല്ലാം നമ്മൾ അതിനകത്ത് കാണാനും മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് കഴിയും. ഈ ആപ്പ് വഴി തന്നെ അവർക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാം. ഈ ആപ്പിനകത്ത് തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും, ബില്ലിങ്ങും അതിനകത്ത് വരും. അവിടെ നടക്കുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ആപ്പ് വഴി അവർക്ക് എല്ലാ ദിവസവും അപ്ഡേറ്റും കിട്ടും. ഇപ്പോൾ പറഞ്ഞല്ലോ 10 ലക്ഷമാണ് ഇപ്പോൾ ഒരാളുടെ ബഡ്ജറ്റ് എങ്കിൽ അതിനുള്ളിൽ നിന്ന് നമ്മൾ വീട് ചെയ്തു കൊടുക്കും. ഷിബിൻ ചെയ്തു കൊടുത്ത ഏറ്റവും ഒരു ഇക്കണോമിക്കലായിട്ടുള്ള ഒരു വീടിൻ്റെ ടോട്ടൽ എസ്റ്റിമേഷൻ എത്രയാണ്? നമ്മൾ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് ചെയ്യുകയാണെങ്കിൽ 10 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീടല്ല, ഒരു 6-7 വീട് നമ്മൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം വരുന്ന ഈ വീടിനകത്ത് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്? 600 സ്ക്വയർ ഫീറ്റിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു ബഡ്ജറ്റിനകത്ത് നമുക്ക് പാക്കേജ് ബഡ്ജറ്റ്. അത് ഉദാഹരണം ഒരു പഞ്ചായത്ത് വർക്കിൽ 450 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും ഗവൺമെൻറ് അപ്രൂവൽ ചെയ്യുകയാണെങ്കിൽ അത് റൗണ്ട് ചെയ്ത് നമുക്കൊരു 600 സ്ക്വയർ ഫീറ്റ് ആയിട്ട് ആ ബഡ്ജറ്റിനകത്ത് നിർത്തിക്കൊണ്ട് മെറ്റീരിയലിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആ ഒരു ബഡ്ജറ്റിനകത്ത് നിർത്തിക്കൊണ്ട് നല്ലൊരു വീട്, അതായത് സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ഒരു കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള അധികം ആഡംബരമില്ലാത്ത രീതിയിലൊരു വീട് നമുക്ക് 2 ബാത്റൂം അറ്റാച്ച് ചെയ്ത് 2 ബെഡ്റൂം 10 റൂമും ഒരു ഹാളും ഒരു കിച്ചണും ചെയ്ത് ഔട്ടർ സ്റ്റെയറും സെറ്റ് ഔട്ടും ചെയ്ത് നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ആ പ്ലാനിൽ തന്നെ നമുക്ക് തയ്യാറാക്കി സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമ്മളിപ്പം ചെയ്ത് കൊടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതിന് കൂടുതൽ നമ്മളിങ്ങനെ ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കാതെ ആവശ്യക്കാരാണെങ്കിൽ നേരിട്ട് വരിക, സ്കെച്ച് തയ്യാറാക്കുക, ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക, നമുക്ക് അതനുസരിച്ച് ഇവിടുന്ന് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ തരും. നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തിരിക്കും. ഈ 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മൾ എൻക്വയറിക്ക് വേണ്ടി വെറുതെ വിളിച്ച് സമയം പാഴാക്കാതെ ആവശ്യക്കാരനാണെങ്കിൽ നമ്മൾ നേരിൽ വന്ന് കാണുകയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ എളുപ്പമായിരിക്കും, സംസാരിക്കാനും നമുക്ക് ഇരുന്ന് സമാധാനത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ അവതരിപ്പിക്കാനും എളുപ്പമാണ്. ഏത് ബഡ്ജറ്റിൽ വേണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് 5 ലക്ഷമായാലും 6 ലക്ഷമായാലും അങ്ങനെ ലിമിറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ എന്താണുള്ളത് ആ ബഡ്ജറ്റ് കൊണ്ട് തന്നെ നമുക്ക് നിർത്തിക്കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു വീടിനകത്ത് ഇപ്പോൾ ഒരു മിനിമം 3 ബെഡ്റൂം, കിച്ചൺ, പിന്നെ നമ്മൾ കയറി വരുന്ന ഒരു ലിവിങ് റൂം, അങ്ങനെ ഒരു ഒറ്റ നിലയിൽ മാത്രമാണോ അതോ ഡബിൾ സ്റ്റോറി അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഡബിൾ സ്റ്റോറി നമുക്ക് ആ സ്ഥല ഫേസ് കുറവാണെങ്കിൽ മാത്രമേ ഡബിൾ സ്റ്റോറിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്കിപ്പം ഒരു 3 സെൻറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് സിംഗിൾ സ്റ്റോറിയാണ് നമുക്ക് കോസ്റ്റ് എഫക്റ്റ് ലാഭിക്കാൻ പറ്റുന്നത്. ഡബിൾ സ്റ്റോറി ആകുമ്പോൾ കോസ്റ്റ് എഫക്റ്റ് കൂടുതലാണ്. അത് നമുക്ക് കുറച്ചുകൂടെ ഏരിയ കുറവാണെങ്കിൽ ഡബിൾ സ്റ്റോറിലോട്ട് പോകാം. കാരണം ഒരു 2 സെൻറ്റോ 1.5 സെൻറ്റോ അങ്ങനെയൊക്കെ വരുന്ന ബഡ്ജറ്റിനകത്ത് വരുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് ഡബിൾ സ്റ്റോറി തന്നെ 600 സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത വർക്ക് നമുക്ക് നിലവിലുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് നിലവിൽ നമുക്കിവിടെ നന്തൻകോട് ഒരു ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഡബിൾ സ്റ്റോറിയാണ്, 3 സെൻറ്റാണ്. അത് 900 സ്ക്വയർ ഫീറ്റിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. അതും നമ്മൾ വളരെ ചുടുകല്ലാണ് ചെയ്യുന്നത്, വളരെ ബഡ്ജറ്റ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നേരിട്ട് വീഡിയോ ഒക്കെ എടുക്കാം. അത് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വെരിഫൈ ചെയ്യാം. അതും ബഡ്ജറ്റിനകത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് അതും ചെയ്യുന്നത്. അതും നമുക്ക് ഇടവഴിയാണ്, വഴിയില്ലാത്തടത്ത് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വീട് വെക്കാൻ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന സമയം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ പറയുന്നു നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയമല്ല, നിങ്ങളുടെ സമ്പാദ്യത്തെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളത് ഇവരുടെ ടീം നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരും വീട് വെക്കാൻ ഇനി പ്ലാൻ ചെയ്യുന്ന ഓരോ ആൾക്കാരും ഇവരെ സമീപിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള, അതാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയാണോ, നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് ചെയ്തു തരും എന്നാണ് ഷിബിൻ പറയുന്നത്. ഷിബിൻ്റെ സ്ഥാപനത്തിൽ പേരും ഡീറ്റെയിൽസും ഷിബിൻ തന്നെ പറയും. നമ്മുടെ കമ്പനി ഹോംസി 14 ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. നമ്മൾ 10 വർഷമായി ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതുമായി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന എല്ലാ സ്റ്റാഫും 10 വർഷം നമ്മുടെ കൂടെ ഉണ്ട്. ആരും നമ്മൾ പുതിയ ആൾക്കാരല്ല. അപ്പോൾ നമുക്കൊപ്പം നിൽക്കുന്നവർ തന്നെയാണ് നമുക്ക് കൂടെ നിന്ന് സഹായിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് പുതിയ ആശയങ്ങളും അവരുടെ അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഏറ്റവും വലിയ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന നമ്മുടെ ഷോപ്പാണ്. ആ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് സുതാര്യത കുറച്ചുകൂടെ കൂടുതലായിരിക്കും, അതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വിശ്വസ്തതയും കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണനിലവാരം എന്ന് പറയുന്നത് നല്ല മെറ്റീരിയൽ, അത് ബ്രാൻഡഡ് സാധനം, അത് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇത് കട ഇല്ലാത്ത സമയത്ത് നമുക്ക് ഒരു മെറ്റീരിയൽ മേടിക്കാൻ വേണ്ടി പുറത്ത് പോകുമ്പോൾ നല്ല ഡിഫറൻസ്, നമ്മൾ കടയിൽ നമുക്ക് സപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ല ഡിഫറൻസ് പൈസ കൊടുത്താൽ മതി, റിട്ടേൺ പൈസ കൊടുത്താലേ മെറ്റീരിയൽ നമുക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ബ്രാൻഡഡ് ആയിട്ട് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത്.
അതുകൊണ്ട് ധൈര്യമായി നമുക്ക് വിശ്വസിച്ച് ഈ വർക്ക് ഏൽപ്പിക്കാൻ പറ്റും. ചുരുങ്ങിയ ചിലവിൽ നിങ്ങളുടെ ഇഷ്ടത്തിനൊരു വീട് ഹോംസി ബിൽഡേഴ്സിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഹോംസിയുടെ പ്രധാനപ്പെട്ട വ്യക്തികളോട് സംസാരിച്ചു. പക്ഷേ എക്സ്പേർട്സ് ഇതിനുള്ളിലുണ്ട്. അവരാണ് ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിലിരുന്നു കൊണ്ട് ചെയ്യുന്നത്. ഇത് അബിത ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ചോദിക്കാം. ഞാൻ 3D ഡിസൈനിങ് ആണ് ചെയ്യുന്നത്. നമ്മുടെ ക്ലയൻറ്റിന് ഇഷ്ടമനുസരിച്ച് പ്ലാൻ ആദ്യം റെഡിയാക്കും. അപ്പോൾ അതനുസരിച്ചുള്ള 3D ചെയ്യും. പിന്നെ ക്ലയൻറ്റിന് എന്തൊക്കെ ചേഞ്ച് വരുത്തണോ അതൊക്കെ ചെയ്ത് നമ്മൾ എന്തൊക്കെ ചേഞ്ച് ഉണ്ടോ അതൊക്കെ ചെയ്താണ് 3D ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എക്സ്റ്റീരിയർ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇൻറ്റീരിയർ പറയുന്ന ക്ലയൻസിന് നമ്മൾ ചെയ്ത് കൊടുക്കുക അതനുസരിച്ച്. സാധാരണക്കാർക്ക് വീട് പണിഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു വിഭാഗത്തിനോട് ചേർന്ന് ജോലി ചെയ്യുകയാണ് അബിതയുടെ ഈ ഒരു ഒത്തിരി കസ്റ്റമേഴ്സിനെ കാണുന്നുണ്ടാവും. വീട് വെച്ചതിന് ശേഷം അവർ വന്ന് നന്നായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? സാറ്റിസ്ഫാക്ഷൻ തോന്നാറുണ്ട്. നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഡിസൈൻ അനുസരിച്ചൊക്കെ ചെയ്യുമ്പോൾ നല്ല തോന്നുന്നുണ്ട്. ചേഞ്ചസൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് 3D മെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് തന്നെ ക്ലയൻറ്റിനെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. 3D ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ പുറത്തൊക്കെ ചെയ്യുമ്പോൾ നല്ല റേറ്റിനാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നല്ലൊരിതാണ്. ഒരു സൈറ്റിൽ പോയാൽ ഇപ്പോൾ ഒരാൾ 10 lakhs എനിക്ക് വീട് വെക്കണം എന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ആ സൈറ്റിൽ ആദ്യം ചെല്ലുമ്പോൾ ശരത്ത് എന്തൊക്കെയാണ് നോക്കാറുള്ളത്? ആദ്യം ഒരു സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സൈറ്റ് വിസിറ്റ് ചെയ്ത് സൈറ്റ് ക്ലിയറൻസ് ചെയ്യുകയും വാട്ടർ ലെവൽ എടുക്കുകയും പിന്നെ നമ്മൾ അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ ഇത് പ്ലാൻ അനുസരിച്ച് സെറ്റ് ഔട്ടിങ് പ്രൊസീജിയറിലേക്ക് കിടക്കും. പിന്നെ സെറ്റ് ഔട്ടിങ് പ്രൊസീജിയർ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കോളം മാർക്ക് ചെയ്യുക, പിന്നെ എർത്ത് എക്സ്കവേഷൻ, പിന്നെ എർത്ത് എക്സ്കവേഷൻ്റെ ചെയ്തതിന് ശേഷം സോയിലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ഡെപ്ത്ത് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അത് നമ്മൾ ഷാളോ ഫൗണ്ടേഷൻ ആണോ അതോ റിംഗ് ഫൗണ്ടേഷൻ ആണോ എന്നാണ് അപ്പോഴാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അടുത്ത പ്രൊസീജിയറിലോട്ട് പോകുന്നത്. ഒരു വീട് പണിയുമ്പോൾ അതിന് പ്രൗഢി കൂട്ടുന്നത് അതിൻ്റെ വാതിലുകൾ, അതിൻ്റെ നിലം ഒക്കെയാണ്. വാതിലുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ കുറിച്ചും അതുപോലെ തന്നെ നിലം ഭംഗിയാക്കാൻ ഉപയോഗിക്കുന്ന ടൈൽസിനെ കുറിച്ചുമൊക്കെ ഇദ്ദേഹം നമ്മളോടിപ്പോൾ വിശദീകരിക്കും. പേരെന്തായിരുന്നു? ദീപു എന്നാണ്. ദീപു ഇവിടെ എത്ര വർഷമായി? ഞാനിപ്പോൾ ഈ കമ്പനി തുടങ്ങിയ സമയം മുതൽ ഷിംസാറിൻ്റെ കൂടെ ഉണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു വീടിൻ്റെ പ്രൗഢി എന്ന് പറയുന്നത് നമ്മൾ കയറി ചെല്ലുമ്പോൾ നിലം എങ്ങനെ ഭംഗിയാണോ, വീടിൻ്റെ വാതിലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അട്രാക്റ്റീവ് ആയിരിക്കണം. നമ്മൾ എങ്ങനെയാണ് അതിനെ ഇത്രയും അട്രാക്റ്റീവ് ആക്കുന്നത്? അതായത് ഇപ്പോൾ നിങ്ങളുടെ വീട് മനോഹരമാക്കുന്നത് ആ ഫ്ലോറിങ്ങിലൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് ക്ലയൻറ്റിൻ്റെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ടൈലുകൾ, വാൾ ടൈലുണ്ട്, ബാത്റൂം ടൈൽ, അതുപോലെ തന്നെ കിച്ചൺ ഗ്രാനൈറ്റ്, കിച്ചൺ ടൈലുകൾ, ഫ്ലോർ ടൈലൊക്കെ സ്ക്വയർ ഫീറ്റ് 35 രൂപ മുതലാണ് ഇവിടെ കൊടുക്കുന്നത്. കാരണം എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും 35 രൂപയ്ക്ക് ടൈല് കിട്ടുമെന്നുള്ള ഒരു സംശയമുണ്ടാകും. പക്ഷേ ഞങ്ങൾ ഡയറക്റ്റ് കമ്പനിയിൽ നിന്നാണ് ഈ ടൈലുകൾ ഇവിടേക്ക് ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ സൈറ്റുകളിലേക്കും മറ്റ് പുറത്തുള്ള സൈറ്റുകളിലേക്കും ടൈലുകൾ കൃത്യമായിട്ട് സ്ക്വയർ ഫീറ്റ് 35 രൂപ റേറ്റിൽ കൊടുക്കുന്നുണ്ട്. അത് പുറമേ നല്ല റേറ്റുള്ള ടൈലുകളാണ്, എല്ലാം നല്ല ക്വാളിറ്റി ടൈലുകളാണ്. അതോടൊപ്പം തന്നെ 10 വർഷത്തെ സർവീസ് വാറൻറ്റിയും കൊടുക്കുന്നുണ്ട്. ഇതിവിടുത്തെ ഒരു വലിയൊരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ ഒരുപാട് കാശൊക്കെ ചിലവാക്കി ഒരു വീട് വെക്കുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ തേക്കിൻ തടി ഉപയോഗിച്ചൊരു വാതിൽ ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത്. അതിനൊക്കെ ഒരുപാട് ചിലവുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഇവിടെ തേക്കിൻ്റെ തടിയിൽ വാതിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ദീപു ഒന്ന് പറയുമോ? അതുപോലെ തന്നെ നമ്മൾ തടി ഇവിടെ ഉപയോഗിക്കുന്നതെല്ലാം തേക്കിൻ്റെയാണ്. കുറഞ്ഞ ബഡ്ജറ്റിലാണ് അത് തേക്കിൻ തടി ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. അതിനും സർവീസ് വാറൻറ്റി നൽകുന്നുണ്ട്. 10 വർഷത്തെ വാറൻറ്റിയാണ് നൽകുന്നത്. അതിനോടൊപ്പം തന്നെ എന്ത് തന്നെ വാറൻറ്റി നമ്മുടെ ക്ലയൻറ്റ് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് സെപ്പറേറ്റ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് അവരുടെ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോംസിയുടെ ഗ്രൂപ്പിൽ അറിയിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് തന്നെ ഹോംസിയുടെ ഷോപ്പും കമ്പി സിമൻറ്റ് തോതിൽ ഒരു വീട് വയ്ക്കാൻ ആവശ്യമായതെല്ലാം നമ്മുടെ ഇതിൻ്റെ ഹോംസിയുടെ കുടക്കീഴിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പുറമേ എന്ന് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടാനുസരണം നമ്മുടെ ഹോംസിയിൽ വന്ന് തന്നെ നമ്മുടെ ഷോപ്പുകളിലും നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ടും അവർക്ക് ഇത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ തടി കൊണ്ടുള്ള നമ്മൾ ഇത് വാതിലായാലും കട്ടിളയായാലും ജനലായാലും എല്ലാം തേക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. 100% പെർഫെക്റ്റ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് തന്നെയാണ് ഞങ്ങൾ എല്ലാ വീടുകളും ചെയ്തിരിക്കുന്നത്.
ഒരു ചെറുപ്പക്കാരൻ 7 വർഷം മുമ്പ് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുമ്പോൾ ഒരിക്കലും അദ്ദേഹം പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് ഇത്രയും സക്സസ്ഫുൾ ആകും എന്നുള്ളത്. കാരണം ഇത് ഇത്രയും സക്സസ്ഫുൾ ആകാനുള്ള ഒരു കാരണം മലയാളിയുടെ വീട് എന്ന ആ ഒരു സ്വപ്നം തന്നെയാണ്. എല്ലാവരുടെ ജീവിതത്തിലും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തം വീട്, സ്വന്തമായ ഒരു കൂര എന്നത് തന്നെയാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ഒരു ടീം തന്നെയാണ് ഹോംസി എന്ന് പറയുന്ന ഈ ടീം. അതായത് മാർക്കറ്റിൽ ലഭിക്കുന്ന, ഒന്നുകൂടി പറയുകയാണ്, മാർക്കറ്റിൽ ലഭിക്കുന്ന ആ വിലയിൽ നിന്നും 50% കുറവോടുകൂടി ക്വാളിറ്റി മെറ്റീരിയൽസ് ഇവിടെ ലഭിക്കുന്നു. ഒപ്പം മെയിൻ്റനൻസും കിട്ടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ ചിലവിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്ന് നിങ്ങളൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഉടൻ തന്നെ ഹോംസിയെ സമീപിക്കുക. ഇവിടെ ഊർജ്ജസ്വലരായ, ആരെയും പറ്റിക്കാതെ വിശ്വാസ്യതയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടീം തന്നെയുണ്ട്. അതുതന്നെയാണ് ഹോംസിയുടെ വിജയവും നേട്ടവും.